നല്ല ടേസ്റ്റിയായ ലഡു നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ? നമുക്കതൊന്ന് നോക്കാം. നമുക്കതിന് ആദ്യം വേണ്ടത് കടലമാവാണ്. ഒരു ഗ്ലാസ് കടലമാവ് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രാമ്പു വേണം, ഏലക്കായ വേണം, ഉണക്കമുന്തിരിയും വേണം. നമുക്ക് ആദ്യം തന്നെ ഈ കടലമാവ് കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ കടലമാവ് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ചെറിയൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഏകദേശം ഈ രൂപത്തിൽ നമ്മൾക്ക് ആക്കിയെടുക്കണം ഈ കടലമാവിനെ. ഈ കടലമാവിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം ലഡു ഉണ്ടാക്കാനായിട്ട്. ഈ ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് പഞ്ചസാരയും ഗ്രാമ്പും ഏലക്ക ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിക്കാം. അത് അടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ്. പഞ്ചസാര നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ലായനി നല്ലതുപോലെ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ലായനി ഒഴിക്കുക. എന്നിട്ട് പാത്രം ഇളക്കിയാൽ ഈ പച്ചവെള്ളത്തിനനുസരിച്ച് ലായനി ഇളകുന്നില്ലെങ്കിൽ നമ്മുടെ ലായനി ഇവിടെ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് നമുക്ക് നേരത്തെ മിക്സാക്കിയ കടലമാവില്ലേ, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഹോളുള്ള ഒരു കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, ചെറിയ ചെറിയ ബബിൾസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലതുപോലെ വേവിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ കടലമാവ് നമുക്ക് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ച കടലമാവിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചില്ലേ പഞ്ചസാരയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനിയിലേക്കാണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ലായനിയും കടലമാവും ഒക്കെ കൂടിയിട്ട് നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഉരുട്ടുക. അതായത് ലഡു രൂപമല്ലേ, ബോൾ പോലെ, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഉരുട്ടേണ്ടി വരും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.